യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ, അടിപൊളി പൂക്കളുള്ള വീടുകളാണ്. ഒരു വീട്ടിലെ അടിപൊളി പൂക്കളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇത് കടലാസ് ചെടിയാട്ടോ. നിങ്ങൾ എന്തൊക്കെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ബോഗൺവില്ല എന്നൊക്കെ ഇതൊക്കെ പറയും. ഇത് പഴയ രീതിയിൽ പറഞ്ഞാൽ കടലാസ് പൂവ് എന്ന് പറയും. അതുപോലെ ഇതുണ്ട് ചെമ്പരത്തി. കണ്ടോ, അടിപൊളിയല്ലേ? അടിപൊളി ഒരു ചെമ്പരത്തിയാട്ടോ. ഇത് നമ്മൾ മറ്റേ സാധാ ചെമ്പരത്തിയല്ല, നമ്മൾ കടകളിൽ നിന്നും വാങ്ങിക്കുന്ന ചെമ്പരത്തിയാണ്. നമ്മുടെ അതുപോലെ തന്നെ ഈ ചെമ്പരത്തി ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് നൽകുന്നത്. ഇത് നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്കതിൽ നിന്നും പോസിറ്റീവ് എനർജി ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് മുടി ഉണ്ടാകുന്നതിനൊക്കെ ഈ ചെമ്പരത്തി തല ഉപയോഗിച്ച് നമുക്ക് മുടി ഉണ്ടാകുന്നതിന് ഏറ്റവും ഉത്തമമായതാണ് ഈ ചെമ്പരത്തി പൂവ്. അതുപോലെ തന്നെ ഇലയ്ക്കും നല്ല ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ മഞ്ഞ ചെടികൾ കണ്ടോ, അടിപൊളിയല്ലേ? മഞ്ഞ പൂക്കൾ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് നൽകുന്നത്. ഇതുകൊണ്ടൊരു ഒരു റോസ കണ്ടോ, എന്ത് മനോഹരമാണല്ലേ? കണ്ടില്ലേ? കണ്ടോ, ആ പരിസരവും വീടും ഒക്കെ എന്ത് ഭംഗിയല്ലേ? ഇത് ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയപ്പോൾ പിടിച്ചതാട്ടോ. അടിപൊളിയായിട്ട് അവർ ഈ ഇതെല്ലാം നോക്കും കേട്ടോ. ചെടികളൊക്കെ അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് നോക്കുന്ന ഒരു ഇക്ക അവിടെയുണ്ട്. ആ ഇക്കയാണ് ഇതെല്ലാം പരിപാലിക്കുന്നത്. നല്ല രസമുണ്ട്. ഇത് കണ്ടോ, ഈ ചെടി കണ്ടോ, ഇത് ആ മറ്റേ അതിൻ്റെ ആ കടലാസ് ചെടിയുടെ മഞ്ഞയാണേ. അതുകൊണ്ട് അത് അടിപൊളിയല്ലേ? അപ്പുറത്ത് ആറാണ്. ആ കാണുന്ന ഇതിൻ്റെ പുറകുവശത്ത് ആറാട്ടോ. ഇതുണ്ടോ, ഇവിടെ നിന്നാണ് വെള്ളം കയറി ഇങ്ങനെ കയറി വരും മഴക്കാലമൊക്കെ ആകുമ്പോൾ. അടിപൊളി ഒരു നല്ലൊരു വീടാട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയാട്ടോ. ഈ ചെടികൾ തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതുപോലെ തന്നെ ഇത് കൊണ്ടോ, ഇവിടെ കുറേ വെള്ളക്കടലാസുണ്ട്. വെള്ളക്കടലാസ് പൂ കൊണ്ടോ, അത് നടുവ് ഇത് കണ്ടോ, നല്ല രസമല്ലേ ഈ കടലാസ് ചെടി കാണാൻ തന്നെ. അതുപോലെ ഈ ചെടിയുടെ പേരെനിക്കറിയത്തില്ല, പക്ഷേ അതൊരു വെള്ള കണ്ടോ. ഇതിൻ്റെ പേരറിയാത്തവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടിപൊളിയല്ലേ? ഈ ചെടി നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇതെല്ലാം നല്ല പോസിറ്റീവ് എനർജി നമുക്ക് വീടുകളിൽ കൊണ്ടുതരും. അതുപോലെ തന്നെ കടലാസ് റോസിൻ്റെ വെള്ള പൂവാണ് ഇത് അടിപൊളിയാണ്. ഇങ്ങനെ കൊലച്ച് കുറേ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടത്തോട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ മഞ്ഞച്ചെടിയും നല്ല അടിപൊളിയാട്ടോ. നല്ല രസമുണ്ട്. ഇങ്ങനെ കൊലുകൊത്തി മുന്തിരി കിടക്കുന്ന പോലെ തന്നെ അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ. ഇത് കാണേണ്ട കാഴ്ച തന്നെ. ഇത് അടുപ്പിച്ചങ്ങ് ഒരുപാടുണ്ടാകും. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നല്ല രസമാണ് ഇത് കാണാനൊക്കെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മുടെ പണ്ടത്തെ വിഷുക്കണിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന കൊന്നപ്പൂവിനെ ഓർപ്പിക്കുന്ന ഒരു ചെടിയാട്ടോ ഇത്. പക്ഷേ ഇത് അതല്ല, കൊന്നപ്പൂവല്ല. പക്ഷേ ഇത് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതൊരു ചെടിയാട്ടോ. ഇതിൽ കുറേ വെള്ള പൂക്കൾ ഇതിനകത്തുണ്ടാകും. പക്ഷേ ഇതിൽ നിന്നൊരു കായ ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് വിഷക്കായാണോന്ന് അറിയത്തില്ല. നമ്മൾ അതങ്ങനെയൊന്നും പറിച്ചെടുക്കാറില്ല, കയ്യിലൊന്നും ആക്കല്ല. ഇത് ഒരു വെള്ള പൂവാണ്. ഇതിനകത്ത് ഇഷ്ടംമാതിരി വെള്ള പൂവ്. അതുപോലെ തന്നെ ഈ കായും ഉണ്ടാകും. തക്കാളിയുടെ ഒരു ലുക്കാണ് ഈ കായ്ക്ക് കേട്ടോ. താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.